ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നെക്ക് ഡിസൈനാണ്. ഇത് നല്ല ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. ഈ ഓരോ സർക്കിൾ മാർക്ക് ചെയ്തിരിക്കുന്നിടത്താണ് ഓരോ ഫ്ലവേഴ്സ് വരുന്നത്. ആദ്യം ഈ ഒരു ലൈൻ ഫുള്ള് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലൈനിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈനിൽ ചെയ്ത രണ്ട് ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ടാണ് രണ്ടാമത്തെ ലൈനിലെ ഫ്ലവേഴ്സ് വരുന്നത്. ഇവിടെ ഈ രണ്ട് സർക്കിളിൻ്റെ നടുക്ക് ആണ് താഴത്തെ ഒരു സർക്കിൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഓരോ ഫ്ലവേഴ്സ് വരുന്നത്. തേർഡ് ലൈനിൽ വരുമ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ താഴെയായിട്ട് അടുത്ത ഒരു ഫ്ലവർ വരും. ഇങ്ങനെയാണ് ഓരോ ഫ്ലവറും താഴെ വരെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ രണ്ട് കളർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെൻറ്ററിലെ ഫ്ലവറിന് ഒരു കളർ കൊടുക്കും, പിന്നെ അതിൻ്റെ താഴേക്ക് ഈ ഒരു വി ഷേപ്പിൽ അടുത്ത ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മൂന്നാമത്തെ ലൈനിൽ കൊടുക്കുന്നത് ഈ ആദ്യം കൊടുത്ത ആ ഒരു കളറാണ്. അതുപോലെയാണ് ഇത് താഴേക്ക് ചെയ്യുന്നത്. ഇതിൽ ഡിസൈൻ വരയ്ക്കുമ്പോൾ ആദ്യത്തെ ലൈനിൻ്റെ രണ്ട് ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ടാണ് രണ്ടാമത്തെ ലൈനിൽ ഫ്ലവേഴ്സ് വരുന്നത്. പക്ഷേ ഈ കളർ ഡിഫറൻസ് ചെയ്തിരിക്കുന്നത് ഒരു വി ഷേപ്പിലാണ്. അതുകൊണ്ട് ഇത് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു വി ഷേപ്പിൽ നമ്മൾ കളർ ഡിഫറൻസ് ഉള്ള ഫ്ലവേഴ്സ്, അതായത് സർക്കിൾസ് മാർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ കളർ ഡിഫറൻസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ രണ്ട് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ രണ്ട് കളർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആദ്യത്തെ ഒരു ലൈന് നെക്ക് ലൈനിൽ ചുറ്റും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ലൈനിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈനിലെ രണ്ട് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് തൊട്ട് താഴത്തെ ലൈനിൽ ഓരോ ഫ്ലവറും ചെയ്തു പോയാൽ മതി. ഇതിപ്പോൾ രണ്ട് കളർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു വി ഷേപ്പിൽ കളർ ഡിഫറൻസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ 8 പെറ്റൽസ് ഉള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് 8 പെറ്റൽസ് കറക്റ്റ് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ 4 സൈഡിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ ഓരോ 2 പോയിൻറ്റിൻ്റെ മിഡിലായിട്ട് അടുത്ത ഓരോ പോയിൻറ്റും കൂടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഓരോ പെറ്റൽസ് ഓപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം ബാക്കിയുള്ള പെറ്റൽസും ചെയ്യണം. ഇങ്ങനെ നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് പെറ്റൽസ് തന്നെ ആദ്യം ചെയ്യണമെന്നില്ല. പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പോയിൻറ്റിൽ കൂടെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് പെറ്റൽസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സർക്കിൾ വരയ്ക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം സെൻട്രൽ പോയിൻറ്റിൽ നീഡിൽ കുത്തിയെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഒരു പെറ്റൽ ആദ്യം ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റുള്ള പെറ്റൽ ചെയ്യണം. പിന്നെ ഇതുപോലെ 2 പെറ്റൽസ് ഇതുപോലെ ഓപ്പോസിറ്റായിട്ട് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഇടയിൽ 4 പെറ്റൽസും കൂടെ ചെയ്യണം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സർക്കിൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഫ്ലവേഴ്സ് ചെയ്യാൻ പറ്റും. ഇതാണ് 2 കളർ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോത്തിൻ്റെ കളർ നേവി ബ്ലൂ കളറാണ്. ത്രെഡ് ഒരെണ്ണം അക്വാ ഗ്രീനും ഒരെണ്ണം ഗ്രീനിഷ് യെല്ലോയും ആണ്. ഈ ത്രെഡിൽ കാണിച്ചിരിക്കുന്ന നമ്പറും ആങ്കർ ത്രെഡിൻ്റെ നമ്പറും മാച്ചിങ് അല്ല. പിന്നെ DMC ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കളർ കോഡ് കറക്റ്റാണ്. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് കളറ്. വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു കളറല്ല, കുറച്ച് വ്യത്യാസമായിട്ടാണ് കിട്ടുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ചെറിയൊരു വേരിയേഷനാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നീഡിൽ ക്ലോത്തിൻ്റെ താഴെ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് എത്ര ഡിസ്റ്റൻസിലാണോ ഈ ഒരു സ്റ്റിച്ച് വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിലേക്ക് താഴെ നിന്ന് വീണ്ടും നീഡിൽ കുത്തിയെടുക്കണം. ഇതിങ്ങനെ ഒന്നിച്ച് കുത്തിയെടുക്കുന്നതിന് പകരം താഴേക്ക് കൊണ്ടുപോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് താഴെ നിന്ന് മുകളിലേക്കും കുത്തിയെടുക്കാം. അതിനുശേഷം നീഡിൽ ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വലിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീഡിൽ താഴേക്ക് കുത്തണം. ഇങ്ങനെയാണ് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു ഡിസൈൻ്റെ കുറച്ചിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഒരു സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 സൈഡിലും പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പോയിൻ്റ് മാർക്ക് ചെയ്യാതെയും നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതാണ്, ഈ ഒരു കളറാണ് ഇപ്പം ഈ ഒരു ഫ്ലവറിന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം നീഡിൽ ക്ലോത്തിൻ്റെ താഴേന്ന് ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ കുത്തിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു സർക്കിളിൻ്റെ ആ ഒരു ലൈനിൽ കൊടുത്തിരിക്കുന്ന പോയിൻറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. അതായത് സാധാരണ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ
ഇതുപോലെ ഇവിടം വരെ ചെയ്യണം. സാധാരണ ലേസി ഡേസി സ്റ്റിച്ചിനാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നീഡിൽ താഴേക്ക് കൊണ്ടുപോകും. ഇത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റി നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് നീഡിൽ താഴെ നിന്ന് എടുക്കണം. എന്നിട്ട് ആ ഒരു പെറ്റൽ പോലെയുള്ളതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. സാധാരണ നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ ലീഫിൽ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആദ്യം റൈറ്റ് സൈഡിൽ നിന്നാണ് ചെയ്തതെങ്കിൽ ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനത്തെ 2 സ്റ്റിച്ചാണ് ഇപ്പോൾ ഞാൻ ഓരോ സൈഡിലും ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നിന്ന് ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെ നിന്നാണ് അടുത്തൊരു സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതും ഇതുപോലെ ഈ ഒരു പെറ്റലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യണം. ഇങ്ങനെയാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ പെറ്റൽസും ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ചുറ്റും ഓരോ പെറ്റൽസ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്യാതെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആദ്യം ഒരു പെറ്റൽ ചെയ്യണം. അതിനുശേഷം ഈ 2 പെറ്റൽസ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ ഓരോ പെറ്റൽസും കൂടെ ചെയ്യണം. അങ്ങനെയാണ് കറക്റ്റായിട്ട് ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഫ്ലവർ ആണെങ്കിലും ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഫ്ലവർ ആണെങ്കിലും ചെയ്യുന്നത് അങ്ങനെയാണ്. ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നീഡിൽ താഴെ നിന്ന് എടുത്തിട്ട് പിന്നെ നീഡിൽ താഴേക്ക് കൊണ്ടുപോകാതെ ഇവിടുന്ന് തന്നെ ഒരു സ്റ്റിച്ചായിട്ട് തന്നെ ഇവിടുന്ന് കുത്തി അടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ കുത്തി എടുക്കാനായിട്ട് പറ്റും. ഈ 2 രീതിയിൽ വേണമെങ്കിലും ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ അവസാനത്തെ പെറ്റലാണ്. ഈ ഒരു പെറ്റൽ ചെയ്തതിന് ശേഷം ഈ സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് സെൻറ്ററിൽ ഒരു ഗോൾഡൻ കളർ ബീഡ് വെക്കുന്നുണ്ട്. അതിന് പകരം നമുക്ക് ഫ്രഞ്ച് നോട്ട് ആണെങ്കിലും ചെയ്യാൻ പറ്റും. സെയിം കളർ ഫ്രഞ്ച് നോട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളർ ഫ്രഞ്ച് നോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അപ്പോൾ ആ ഒരു ഫ്രഞ്ച് നോട്ടിന് വേണ്ടി മാത്രം വേറൊരു കളർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡിഫറെൻറ്റ് കളർ വയ്ക്കുന്നതിനേക്കാളും നല്ലത് ഈ സെയിം കളറോ അല്ലെങ്കിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നതാണ്. ഓരോ ഫ്ലവറും തീരുമ്പം തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സ്ട്രാ നൂലെടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേറെ നൂലെടുത്ത് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഒരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവറിലേക്ക് എക്സ്ട്രാ നൂല് അടിയിൽ കൂടെ നമ്മൾ വലിച്ച് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലൈനിങ് വെക്കാതെയൊക്കെ ചെയ്യുന്ന ചുരിദാറാണെങ്കിൽ അതിൻ്റെ അടിയിൽ എക്സ്ട്രാ നൂലിങ്ങനെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഞാൻ ഓരോ ഫ്ലവറും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം എക്സ്ട്രാ ത്രെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ത്രെഡ് തീർന്നു പോവുകയാണെങ്കിൽ ആ ഒരു ഫ്ലവർ അവിടെ വിട്ടിട്ട് പിന്നെയാണ് അതിന് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നൂല് എക്സ്ട്രാ വലിക്കാതെ തന്നെ ഓരോ ഫ്ലവറും കഴിയുമ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ബീഡ്സൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ ഓരോന്നും തമ്മിൽ ഇങ്ങനെ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കേണ്ടി വരും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു ഫ്ലവേഴ്സ് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും വന്നിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത ചുരിദാറിലും തയ്ക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. കാരണം ഇതിൻ്റെ അടിയിൽ ഇത്രയും നൂല് മാത്രമേ വരുന്നുള്ളൂ, എക്സ്ട്രാ നൂലൊന്നും വരുന്നില്ല. ഈ ഒരു ഡിസൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.